പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് അറിയപ്പെടുന്ന നിറങ്ങളും ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് അറിയപ്പെടുന്ന നിറങ്ങളും ഏതെല്ലാം? ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് തോമസ് യങ്. പ്രാഥമിക വർണ്ണം 3 ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് വെള്ള. ചുവപ്പ്, പച്ച എന്നിവ ചേരുമ്പോൾ മഞ്ഞ നിറവും ചുവപ്പ്, നീല എന്നിവ ചേരുമ്പോൾ മജന്തയും ഉണ്ടാകുന്നു. പച്ച, നീല എന്നിവ ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് സിയാൻ. 2 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണങ്ങൾ അഥവാ സെക്കൻഡറി കളേഴ്സാണ് മഞ്ഞ, സിയാൻ, മജന്ത എന്നിവ. പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറമാണ് മഞ്ഞ. സിയാൻ, മജന്ത, മഞ്ഞ എന്നിവയാണ് പ്രാഥമിക ചായങ്ങൾ അഥവാ പ്രൈമറി പിഗ്മെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. പെയിന്റിംഗ് മേഖലയിൽ ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടങ്ങളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ നിറം മഞ്ഞ ആണ്. ഒരു ദ്വിതീയ വർണ്ണവും ആ ദ്വിതീയ വർണ്ണത്തിൻ്റെ ഘടകങ്ങളിൽ പെടാത്ത നിറവും കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് വെള്ള. മജന്തയും പച്ചയും ചേരുമ്പോൾ വെള്ള നിറം ലഭിക്കുന്നു. മഞ്ഞയും നീലയും ചേരുമ്പോഴും വെള്ള നിറം ലഭിക്കുന്നു. സിയാനും ചുവപ്പും ചേരുമ്പോൾ വെള്ള നിറം ലഭിക്കുന്നു. 2 ദ്വിതീയ വർണ്ണങ്ങൾ ചേരുമ്പോൾ ലഭിക്കുന്ന വർണ്ണങ്ങൾ ആണ് ടെർഷ്യറി കളേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. മഞ്ഞയും മജന്തയും ചേരുമ്പോൾ ചുവപ്പും മജന്തയും സിയാനും ചേരുമ്പോൾ നീല നിറവും മഞ്ഞയും സിയാനും ചേരുമ്പോൾ പച്ച നിറവും ലഭിക്കുന്നു. ചുവപ്പ് പ്രകാശത്തിലൂടെ മഞ്ഞപ്പൂവിനെ നോക്കിയാൽ ചുവപ്പ് നിറമായിട്ടായിരിക്കും അത് കാണുന്നത്. നീലപ്രകാശത്തിലൂടെ മഞ്ഞപ്പൂവിനെ നോക്കിയാൽ കറുപ്പ് നിറമായിട്ടായിരിക്കും കാണുന്നത്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്.